നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രസാദ്. നമസ്കാരം. നമ്മുടെ AKG സംരക്ഷണ സമിതി എന്നൊരു പണ്ടൊരു സംഘടന ഉണ്ടായിരുന്നു. AKG സ്മാരക സമിതി, ക്ഷമിക്കണം. 1977 അന്നത്തെ AK ആൻ്റണിയാണ് ഈ ഒരു പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങാനായിട്ട് ഈ AKG സ്മാരക സമിതിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പുറകിലെ കുറച്ച് സ്ഥലം 15 സെൻറ്റ് പതിച്ചു കൊടുത്തു. പിന്നീട് അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായി മാറുന്നു. ഓർക്കണം, അന്ന് AK ആന്റണി ചെയ്തത്, അതെ, AK ആന്റണി ചെയ്തു വെച്ച ചെയ്താണത്. AK ആന്റണി വളർത്തിയ പാർട്ടിയാണത്, അല്ലേ? അവര് എന്നിട്ട് അതെ, പിന്നെ 84 ഇതേക്കുറിച്ച് ഒരു ആരോപണം ഉയർന്നപ്പോൾ, അതായത് തൊട്ടപ്പുറത്തെ കേരള സർവകലാശാലയുടെ ഭൂമി കൂടി ഇവർ ഇങ്ങനെ കെട്ടിയപ്പോൾ അല്പ സ്ഥലം, അതും ഒരു 15 സെന്റ് അല്ല എന്ന് പറയുന്നു. അല്ല, 55 സെന്റ് ഉണ്ട്. അന്നത്തെ കളക്ടർ കൊടുത്ത ഒരു വിശദീകരണം, ഇതിന്റെ കൂട്ടത്തിൽ ഒരു 15 സെന്റ് കൂടി AKG സെന്ററിൽ നിന്ന് പുറമ്പോക്ക് ഭൂമി ഉണ്ടായിരുന്നു സർക്കാരിന്റെ. ആ 15 സെന്റ് വാങ്ങി പിന്നെ സർവകലാശാലയുടെ കുറെ ഭൂമി, അത് 55 സെന്റ് ആണെന്ന് കരുതുന്നു. പക്ഷെ അത് എത്രയുണ്ടെന്ന് ഇനി അളന്നൊക്കെ തിട്ടപ്പെടുത്തി വരണം. പക്ഷെ ഇപ്പോൾ അത് സംബന്ധിച്ച് കേസ് എടുക്കുക. നമ്മുടെ അതായത് കേരള സർവകലാശാലയുടെ ഒരു സിൻഡിക്കേറ്റിൻ്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. അതായത് ആർ ശശികുമാർ. ആ മനുഷ്യനെ നമിക്കണം കോൺഗ്രസ്സുകാർ. കാരണം ഈ മനുഷ്യനുള്ളത് കൊണ്ടാണ് പല കേസുകളും തിരുവനന്തപുരത്ത് സർവകലാശാല വിഷയത്തിലടക്കം പല കേസുകളിലും UDF ഇങ്ങനെ നെഞ്ചി വിരിച്ചൊക്കെ, ഇപ്പോൾ സതീശന് മുഖ്യമന്ത്രിക്ക് അടക്കം നെഞ്ചി വിരിച്ച് നിൽക്കാൻ പറ്റുന്നത്. കാരണം എന്നിട്ടും ഇദ്ദേഹത്തെ ഇവർക്കൊരു സ്ഥാനം കൊടുത്തില്ല. ഇന്നും ആ മനുഷ്യൻ വെറും ഒരു സിൻഡിക്കേറ്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്, സിൻഡിക്കേറ്റ് അംഗമാണ്. അത് ഈ ശശികുമാർ. അദ്ദേഹത്തോട് പോലും ഈ കഴിഞ്ഞ ഈ 2 മാസമാകാൻ പോകുന്നു UDF സർക്കാർ വന്നിട്ട് അദ്ദേഹത്തോട് ഒരു നീതി കാട്ടിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നുമില്ല, AKG സെന്റർ ഉടനെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. AKG സെന്റർ മാറ്റേണ്ടി വരും എന്നുള്ളതിനേക്കാൾ ഞാൻ കാണുന്നത്, അതൊരു പക്ഷേ കോടതി വിധിയെല്ലാം പുറത്തു വന്നാൽ, കാരണം ഭൂമിയുടെ ഉടമസ്ഥരാണ് ആരാണോ അവർക്കത് കൊടുക്കാനേ കോടതി പറയുള്ളൂ. രേഖകളൊക്കെ ആരുടെ പേരിനാണോ, അല്ലെ ആര് കയ്യേറിയതാണെങ്കിലും ആ കയ്യേറ്റം ഒഴിപ്പിച്ച് കൊണ്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം അപ്പീലൊക്കെ പോവും. കേസ് കുറേ നാൾ, സിവിൽ കേസല്ലേ, കുറേ നാൾ നീളും. ഇപ്പോഴും നീണ്ടോണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഏത് നിമിഷവും ED ആ ബിൽഡിംഗ് അറ്റാച്ച് ചെയ്യാം. ബിൽഡിങ്ങും അതിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ, ആ പറമ്പടക്കം. അപ്പോൾ ED, കാരണം നമ്മുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ED അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ വേറൊരാളാണെന്ന് വന്നാൽ ED നോക്കില്ല. ഇതിപ്പോ AK സെന്ററിന്റെ കയ്യിലുള്ള ഞാൻ പറഞ്ഞ മതിൽ കെട്ടിനകത്തുള്ള അവിടെയാണ് വിഷയം. നമ്മളീ കാണുന്ന അന്ന് പിണറായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അടിവശത്ത് ഇറങ്ങി കാർ അടിവശത്ത് പാർക്ക് ചെയ്ത് കയറിപ്പോയി ലിഫ്റ്റിൽ മേളിൽ പോകുന്ന ആ പ്രദേശമടക്കം വലിയ തൊട്ട് പിറകെ ഹസൻ മരക്കാർ ഹാളാണ്, വലിയ ഹാളാണ്, വിശാലമായ സ്ഥലമുണ്ട്. അതാരും ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഈ AKG സെന്റർ ED അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു കേസിൽ ബന്ധപ്പെട്ട്, ഒരു ക്രിമിനൽ കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എന്നാണ് പറയപ്പെടുന്നത്. ആ കേസിൽ ഒരു കമ്പനിയുടെ ആസ്ഥാന അഡ്രസ്സായിട്ട് കൊടുത്തിരിക്കുന്ന മേൽവിലാസം പിണറായി വിജയന്റെ വീണയുടെ കേസാണ്. അതിൽ AKG സെന്ററിന്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും AKG സെന്ററിനെതിരെ നിയമ നടപടികൾ EDക്ക് സ്വീകരിക്കാം. പക്ഷെ അങ്ങനെ സ്വീകരിക്കുമ്പം പോലും ഒരു പ്രശ്നമുള്ളത്, ഇത് സർവകലാശാലയുടെ ഭൂമിയാണ്. അത് ഇതുവരെ തീർപ്പായിട്ടില്ലല്ലോ. അവർ നോക്കുമ്പോൾ എന്ത് പറയും? പാർട്ടി സെക്രട്ടറിയോട് നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട് ചോദിച്ചാൽ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് ഈ നിയമപ്രശ്നങ്ങൾ കൂടുതൽ കുരുക്കിലേക്ക് പോവുക. മധ്യപ്രദേശ് പോലീസും വരുന്നുണ്ട്, പോക്സോ കേസ്. അത് വേറൊരു കേസ്. അത് അവർ അറ്റാച്ച് ചെയ്യുമ്പോൾ ED സാമ്പത്തിക കേസ് അന്വേഷണ വിഭാഗം കേസില് പിന്നെ അറ്റാച്ച് ചെയ്യലല്ലോ, അറസ്റ്റ് ചെയ്തോണ്ട് ഇത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, താങ്കൾ പറഞ്ഞതുപോലെ 77 AKG പഠന ഗവേഷണ കേന്ദ്രം ഉണ്ടാക്കണം ഉള്ള താല്പര്യത്തോടു കൂടി ഇവരിതൊക്കെ ചെയ്യുന്നു. 15 സെന്റ് സ്ഥലം AK ആന്റണി സർക്കാർ അതിന് കൊടുക്കുന്നു. അങ്ങനെ ആ സ്ഥലം പിന്നീട് നമ്മൾ കാണുന്ന, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 84-ലൊക്കെയാണ് 84-ന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന AKG സെന്റർ അവിടെ നിർമ്മിക്കപ്പെടുന്നത് പൂർണ്ണമായിട്ടും. 98-ൽ M. വിജയകുമാർ നിയമസഭാ സ്പീക്കർ ആയിരുന്നപ്പോൾ കേരള നിയമസഭ പുതിയ ബിൽഡിംഗ് വന്നു.
കേരള നിയമസഭയുടെ പുതിയ ബിൽഡിംഗ് അവിടെ പാളയത്ത് ഇതിനോടൊക്കെ ചേർന്ന് 98-99 കാലത്താണ് അതെ ആ സമയത്ത് വന്നപ്പോൾ അപ്പോഴാണ് AKG ഹാളിന്റെ അടക്കമുള്ള റെനോവേഷൻ നടന്നത്. ഈ നമ്മുടെ പുതിയ നിയമസഭാ മന്ദിരം ഉയർന്നതിനൊപ്പം AKG ഹാളും AKG സെന്ററും നവീകരിക്കപ്പെട്ടു. അതെ അതെ, ഞാൻ അന്ന് കോളേജ് പഠനം ഞാൻ പറയുന്നില്ല, കോളേജ് പഠനമെല്ലാം കഴിഞ്ഞു. ഞാനന്ന് അവിടെ റിപ്പോർട്ടിംഗ് സ്വകാര്യ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലം ഞാൻ റിപ്പോർട്ട് ചെയ്തു. ബാർക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഈ AKG സെന്ററിൽ വലിയ പ്രൊജക്ടർ ഉണ്ടല്ലോ, മറ്റേ അന്നാണ് ഈ ഓഡിറ്റോറിയങ്ങളിലെല്ലാം പ്രൊജക്ടർ വെച്ചിട്ടുള്ള പ്രൊജക്ഷൻ ഇതിന് സംവിധാനങ്ങളോട് കൂടിയുള്ള ഓഡിറ്റോറിയങ്ങൾ. അതുവരെയുള്ള നമ്മുടെ ഓഡിറ്റോറിയങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും കസേരയും പിന്നെ ഫാനും ഒരു ഡയസും മൈക്കും. ഇതങ്ങനെയല്ല, തൂങ്ങിക്കിടക്കുന്ന പ്രൊജക്ടർ. അതിൻ്റെ പ്രൊപ്പോസലുമായിട്ട് ഞാൻ അന്ന് ഈ ഹാള് നവീകരണം, AKG ഹാളിൻ്റെ നവീകരണം അന്ന് സഖാവ് MA ബേബിക്കായിരുന്നു. AKG സെൻറ്ററിൻ്റെ ചുമതലയും അന്ന് MA ബേബിക്കായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പോയി കാണാൻ ശ്രമിക്കുക, അപ്പോയിൻമെൻറ്റിന് ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് എന്തോ തിരക്ക് കൊണ്ട് അത് നടന്നില്ല. പിന്നീട് ഞാൻ ആ കമ്പനി വിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോയി ജോലി. ജഗദീഷ് ശ്രീകുമാർ പണ്ടൊരു സിനിമ പറഞ്ഞു പൈലിപ്സ് എന്ന് പറയില്ലേ, അപ്പൊ ആ പറയുന്ന ഫിലിപ്സ് ആയിരുന്നു പക്ഷേ അവിടുത്തെ ഈ ശബ്ദ സംവിധാനങ്ങളൊക്കെ അന്ന് ഒരുക്കി കൊടുത്തത്. നിയമസഭയിൽ ഒരുക്കിയതുപോലെ തന്നെ ഇവിടെയും ഒരുക്കി. അല്ല, നിയമസഭയിൽ എന്തൊക്കെ ആരെല്ലാം ചെയ്തോ അതൊക്കെ അതെല്ലാം അതിന്റെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ AKG സെന്ററിൽ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി. അതൊക്കെ നടന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ പൊളിച്ചു മാറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം സെനറ്റ് സിൻഡിക്കേറ്റിലും ഒക്കെ പരാതി വന്നിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ഈ സ്ഥലം സർവകലാശാലയുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നു. സർവേ വകുപ്പിനോട് ചങ്ങല വലിച്ച് അല്ലെങ്കിൽ അത് ഔദ്യോഗികമായി സർവകലാശാല അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ സർവേ വകുപ്പിന് കൃത്യമായിട്ടും രേഖകൾ വെച്ചുകൊണ്ട് ചെയ്തു കൊടുത്തേ സർവകലാശാലയുടെ ഭൂമി അളക്കണം. അപ്പോൾ അങ്ങനെ അളന്നു വരുമ്പോൾ ശരിയാണ്, സർവകലാശാലയുടെ ഒരു അര ഏക്കർ ഭൂമി കാണുവാനില്ല, ഒരു 55 സെന്റ് കാണുവാനില്ല. പക്ഷേ ഈ കാണുവാനില്ലാത്ത ഭൂമി എങ്ങോട്ട് പോയെന്ന് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ തൊട്ടടുത്തുള്ള സർവേ നമ്പറുകളിൽ കിടക്കുന്ന വസ്തുക്കളെല്ലാം അളക്കേണ്ടി വരും. അങ്ങനെ അളക്കുമ്പോൾ AKG സെന്ററിന് ഈ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി കൈമാറിയിരിക്കുന്നത് 15 സെന്റാണ്. ആ 15 സെന്റ് കഴിഞ്ഞ് ബാക്കി എത്ര സ്ഥലം കിടക്കുന്നോ അത് സ്വാഭാവികമായിട്ടും സർവകലാശാലയുടെ ഭൂമിയാണെന്ന് കണ്ടെത്താൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും പറ്റും. മുൻവശം റോഡാണ്. അപ്പുറത്ത് പറഞ്ഞതുപോലെ ഹസൻ മരക്കാർ ഹാളാണ്. അതിന്റെ രേഖകളുണ്ട്. ഈ സൈഡും റോഡാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാകും ആരുടെ ഭൂമി തട്ടിയെടുത്തു. പടിഞ്ഞാറ് പൊതു റോഡ്, ഒരു കാര്യം കൂടി സർവകലാശാല, വടക്ക് റോഡ്, തെക്ക് ഹസൻ മരക്കാർ, അതാണ് അതിന്റെ അതിരുകൾ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇത് നമ്മളെക്കാളും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയത് ഈ പറഞ്ഞ CPM-കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സമീപത്ത് തന്നെ മറ്റൊരു AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞ് വസ്തു വാങ്ങി അതും വസ്തുതർക്കത്തിൽ കിടക്കുകയാണ്. അതും അവിടെ ഒരു കൂറ്റൻ കെട്ടിടം, ഭീമാകാരമായ ഒരു കെട്ടിടം നിർമ്മിച്ച് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കി സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതൊക്കെ സഖാക്കന്മാർക്ക് അറിയാം. എന്ന് വെച്ചാൽ നാളെ അവിടുന്ന് കുടിയിറങ്ങേണ്ടി വരും. അത് കേസാണ്, പ്രശ്നമാണ്. സർവകലാശാല ഒന്നാമത് ഈ കേന്ദ്രത്തിൽ BJP മാറി അടുത്ത കാലത്തെങ്ങും വേറെ ആരെങ്കിലും വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJP-യുടെ തുടർഭരണം നടന്നു കഴിഞ്ഞാൽ ഗവർണർ എല്ലാ കാലത്തും BJP-യുടെ ആളായിരിക്കും. ആ ഗവർണർ സർവകലാശാലയിൽ നിയമിക്കുന്ന സർവകലാശാല വൈസ് ചാൻസലർ അടക്കമുള്ളവർ ഈ പറഞ്ഞതുപോലെ BJP-ക്ക് അല്ലെങ്കിൽ ഗവർണർക്ക് അനുകൂലമായ നിലപാടുമായിട്ട് നിൽക്കും എന്നൊക്കെ CPM കരുതുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനവും വരില്ല. കാരണം അവിടെ ഒരു ഗവർണറും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവിടുന്ന് കുടിയിറങ്ങേണ്ടി വരും. അവിടുന്ന് കുടിയിറങ്ങിയാൽ പിന്നെ കുടി പാർക്കാൻ കുടിയിരുത്താൻ വേറൊരു ആസ്ഥാനം വേണമല്ലോ. അതുകൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ മോഹൻ കുന്നുമ്മലിനെതിരെ CPM-ന്റെ രൂക്ഷമായ മോഹൻ കുന്നുമ്മലിനെതിരെ മാത്രമല്ല, ഈ പറഞ്ഞ RS ശശികുമാറിനെതിരെ, കേരളത്തിലെ ഗവർണർക്കെതിരെ ഒക്കെ എന്തിനാണ് CPM
ഈ ബഹളമെല്ലാം ഉണ്ടാക്കുന്നത്? ഈ കുട്ടി സഖാക്കന്മാരെ അഴിച്ചുവിട്ട് എന്താണ് ഈ അവരെ ഭൂമി എന്തിനാണ് ഈ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? ഉത്തരം ലളിതമല്ലേ. ഈ ഭൂമിയാണ് പ്രശ്നം. ഇത് മാത്രമല്ല, ഇതൊരു വസ്തുതർക്കം മാത്രമാണ്. ഇത് മാത്രമല്ല രാജേഷ് ജി, ഇതുപോലെ 100 കണക്കിന് ഇവരുടെ അഴിമതിയും ഇവരുടെ തട്ടിപ്പും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വേറെ കാര്യം പറയട്ടെ. 92-ലാണ് വിളനിലം കേസ്. 2 വർഷമാണ്. അതെ, 2 വർഷമാണ് പ്രക്ഷോഭം കേരളമൊട്ടാകെ കത്തിപ്പടം. കേരളമൊട്ടാകെ നമുക്ക് ആ കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ വരാൻ ആൾക്കാർ വിളനിലത്തിന്റെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ്. ആ സമരത്തിനൊക്കെ ഞങ്ങളൊക്കെ പോയിരുന്നു. ഞങ്ങൾ കോളേജിൽ നിന്നൊക്കെ കൊണ്ടുപോയിരുന്നു സമരത്തിൽ വന്ന് പങ്കെടുക്കാനൊക്കെ. അത് തുടക്കത്തിൽ അതിന്റെ ഒരു അക്രമാസക്തമാകുന്നതിന് മുമ്പുള്ള പാർട്ടുകളിലൊക്കെ നമ്മളിങ്ങനെ SFIക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളെല്ലാം ഇറങ്ങി കൊണ്ടുപോകാറുണ്ട്, ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകും. വിളനിലം സമരം, അന്ന് വിളനില സമരം എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ സമരം, 2 വർഷമാണ് ആ സമരം തുടർന്നത് അല്ലേ വിദ്യാർത്ഥികൾ? എന്തായിരുന്നു കാരണം? വിളനിലം വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബിരുദം നേടി, മറ്റത് നേടി, മറിച്ചത് നേടി. ഇവരുണ്ടാക്കുന്നൊരു നരേറ്റീവ്. സത്യത്തിൽ പ്രൊഫസർ JV വിളനിലം അന്ന് VC ആയിരുന്നപ്പോൾ ഈ ഭൂമി അളക്കാൻ ഉത്തരവിട്ടു. അദ്ദേഹം നടപടി തുടങ്ങി സർവേ വകുപ്പിന് കത്തയച്ചു. അങ്ങനെ വിളനിലം ഈ ഭൂമി അളക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അതാണ് അന്നത്തെ പ്രകോപനം. അന്ന് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് സമരം തുടങ്ങി. അപ്പൊ വിളനിലത്തെ വേട്ടയാടിയത് വെറുതെ അല്ല. അതെ, ഇന്നത് നടക്കുന്നില്ല. കാരണം അന്ന് വേട്ടയാടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അല്ല, ഇന്ന് ഏതൊക്കെ അൻഭിമതരായ VC-മാർ വന്നിട്ടുണ്ടോ അവരെയൊക്കെ ഇവർ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഇക്ബാൽ അദ്ദേഹം ഇടതിന്റെ ആരോഗ്യ സർവകലാശാലയുടെ VC ആയിട്ട് പിന്നെ പോയി, മുൻ VC. അതുപോലെ തന്നെ ഓരോരോ VC-മാരും അവരൊക്കെ തലപൊക്കി വരുമ്പോഴേക്കും അവർക്കെതിരെ എന്താണ് വിഷയം? ഈ ഭൂമിയാണ്. പ്രാഥമിക വിഷയം ഈ ഭൂമിയാണ്. KG സെന്ററാണ് വിഷയം. അതെ, എന്നും സർവകലാശാലയിൽ സജീവമായ ചുവപ്പ് നാടൊന്നുമില്ലാത്ത അവിടെ ഇങ്ങനെ ചുവന്ന ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫയലാണ് ഈ ഭൂമിയുടെ ഇടപാട് സംബന്ധിച്ച ഫയൽ. അപ്പോൾ വരുന്ന VC-മാരൊക്കെ എടുത്തു നോക്കും. 92 മുതൽ ഈ വിഷയം ഉണ്ട്. ഒരുപക്ഷെ അതിന് മുമ്പ് ആരെങ്കിലും ഇതുപോലെ ശ്രമിച്ചിരുന്നോ എന്ന് നമുക്ക് അറിയില്ല. 84-ൽ ഇതിനെതിരെ ആരോപണം ഉയർന്നു. പക്ഷെ 84-ലാണ് ഇതിന്റെ നിർമ്മാണം. 77-ൽ കൊടുക്കുന്നു. 84-ൽ 7 വർഷം കഴിഞ്ഞിട്ട് 7 വർഷം ആരോപണം കയ്യേറ്റ ആരോപണം അന്ന് ഉയരുന്നു. അന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അതറിയാം. പിന്നീടാണ് ഈ വിളനിലത്തിന്റെ കേസ് വരുന്നത്, വിളനിലത്തിന് ഇവർ എതിർക്കുന്നത്. പക്ഷെ സംഭവം ബേസിക്കായിട്ട് ഇതാണ്. ഈ AKG സെന്ററിന്റെ ഭൂമിയാണ് വിഷയം. പക്ഷെ ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, സർവകലാശാലയുടെ വൈസ് ചാൻസലറെ ഇനി വിളനിലത്തെ ഇട്ട് ഓടിച്ചതുപോലെ ഓടിക്കാൻ പറ്റത്തില്ല. കാരണം ഗവർണർ വേറെയാണ്, ഭരണം VD സതീശൻ്റെ കയ്യിലാണിപ്പോൾ. അതുകൊണ്ട് ഇനി കുട്ടി സഖാക്കന്മാരെ ഇറക്കി വിട്ട് ഗവർണറെ ആക്രമിക്കാനോ വൈസ് ചാൻസലറെ ആക്രമിക്കാനോ ഒക്കെ ശ്രമിച്ചാൽ ആ വിവരം അറിയും. പിന്നെ കേരള പോലീസ് പഴയതുപോലെ കഴിഞ്ഞ 10 കൊല്ലം കയ്യും കെട്ടി സഖാക്കന്മാർക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിന്നതുപോലെ ഇനി നിൽക്കില്ല. ഇനി പോലീസ് ശക്തമായ ആക്ഷൻസ് എടുക്കും. ഇത് കാരണം നിയമപ്രശ്നമായി മാറിക്കഴിഞ്ഞു പൂർണ്ണമായിട്ടും. അതുകൊണ്ട് തന്നെ ഇനി അതിനകത്തൊരു മെല്ലെപ്പോക്കുണ്ടാകും എന്ന് കരുതണ്ട. അല്ല, ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അപ്പുറത്ത് 8ഓ 10ഓ നിലകളുള്ള ബിൽഡിങ് ഉണ്ടാക്കിയെടുത്തത്. വെറുതെ ഉണ്ടാക്കിയെടുത്തതല്ല. വളരെ കൃത്യമായിട്ട് ഈ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ അവിടുന്ന് കൂടോടെ കുടിയിറങ്ങിയാൽ തൊട്ടടുത്ത്. കാരണം ഇതിപ്പോൾ എളുപ്പമുണ്ട് സാധനം പറക്കാൻ. നോക്കുകൂലിക്ക് CET-കാരെ ഒന്നും വിളിക്കണ്ട, ഇവർക്ക് തന്നെ അതെ, ഇവർക്ക് തന്നെ മാറ്റി അങ്ങോട്ട് വെക്കാം. വളരെ അടുത്താണല്ലോ, റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നൊന്നും സാധനം മാറ്റിയില്ല. അല്ല, ഇപ്പം മാറ്റിയിട്ടില്ല. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള കുടിയിറങ്ങേണ്ടി വരുമ്പോൾ എളുപ്പമാണ് കാര്യം. നമ്മുടെ ഡൽഹിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ J. ഗോപീഷ്ണൻ നമ്മളിപ്പോൾ ചർച്ചയ്ക്കുണ്ട്. ഗോപീഷ്ണൻ പറഞ്ഞത് BJPക്കും കോൺഗ്രസിനും ഡൽഹിയിൽ ഇരുന്ന് കേരളത്തിലേക്ക് പണം ഒഴുക്കാനുള്ള സംവിധാനം അവരവച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ CPM ഇവിടെ ഇരുന്നു കൊണ്ടാണ് അവർ ഡൽഹിയിലെ ആസ്ഥാനത്ത് തീറ്റിപ്പോറ്റുന്നത്. ഇവിടുന്ന് അയച്ചു കൊടുത്തു. ഇവിടുന്ന് പണ്ട് മണി ഓർഡർ ആയിരുന്നു അല്ലേ? ഇവിടുന്ന് മണി ഓർഡർ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെന്നാൽ മാത്രമേ അവിടെ മാസം വരുന്ന പത്രത്തിന്റെ മറ്റു വാടക, കറണ്ട് ബില്ലൊക്കെ വാട്ടർ ബില്ലൊക്കെ എല്ലാം അടയ്ക്കണം. ഇവിടുന്ന് പണം പോകണം. എന്തായാലും വരുമാനം ഇവിടെയാണ്. എന്തായാലും AKG സെന്ററിന്റെ കാര്യത്തിൽ അല്ല, അത് മുടക്കാനാണ് ഈ ശശികുമാർ നോക്കുന്നത്. അത് മോശമല്ലേ? അത് ആ വരുമാനം ഇല്ലാതാക്കാനാണ് ഒരു ശശികുമാറും കേരള സർവകലാശാലയും ഒക്കെ ശ്രമിക്കുന്നത്. ഇപ്പോഴിതാ സർവേക്ക് കണ്ടറിയാം നമുക്ക്. എന്തായാലും AKG സെന്ററിലേക്ക് ബുൾഡോസർ, VD സതീശൻ ഗവൺമെന്റിന്റെ ബുൾഡോസർ ചെല്ലുമോ ഇല്ലയോ
എന്ന ചോദ്യമാണ് ഉയരുന്നത്. ബുൾഡോസർ രാജ്യം അവിടെ തുടക്കമാകുമോ എന്നുള്ളതാണ്. അതെ അതെ, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ കോടതിയിലൊക്കെയാണ്. ഇനിയിപ്പോൾ കോടതിയുടെ നിർദ്ദേശം വരണം. ഈ പറഞ്ഞ പോലെ ഇവിടെ സർവേ വകുപ്പിന് കത്ത് കൊടുത്തു, ഭൂമി അളക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന്. ചുരുക്കി പറഞ്ഞ CPM-ന് ശനി ദശ തുടങ്ങിയിരിക്കുകയാണ്. അക്കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്.